അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കേരള ട്രാഫിക് മോഡാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇഷ്ടംപോലെ അടിപൊളി പുതിയ വണ്ടികൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഒരുവിധ എല്ലാ വണ്ടികളും MVDയുടെ വണ്ടി, പിന്നെ അതുപോലെ തന്നെ ട്രാവലർ, ടിപ്പർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MGയുടെ ഏറ്റവും പുതിയ കൊമറ്റ്. അപ്പോൾ നമ്മൾ നൈറ്റ് മോഡ് ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലത്തെ ലൈറ്റുകളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ലൈറ്റിങ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ലൈറ്റിംഗ് ആണ്, ചുറ്റും ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയൻസ് ചെയ്യുന്നത്. അപ്പോൾ പുതുപുത്തൻ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ബസ് മില്ലാത്ത ഇൻഡോനേഷ്യയിലെ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ എപ്പോഴും ചോദിക്കുന്ന സംഭവമാണ് നമ്മുടെ കേരള ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് KBC കണ്ണൂരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ട്രാഫിക് മോഡ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് ഭയങ്കര സിമ്പിളാണ്. വെറുതെ ഡൗൺലോഡ് ചെയ്ത് കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ ചേർക്കുമ്പോൾ ചാനൽ ആദ്യം കാണിക്കുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കനകത്ത് നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുക. നമുക്ക് വീഡിയോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ഒറിജിനൽ വീഡിയോ ഞാൻ താഴ്ത്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എടുക്കുമ്പോൾ ഇതേപോലെ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ കാണാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇവിടെ APK ഫയൽ, ഇവിടെ മൂന്നാമത് ഫയൽ കാണാം, ബസ് ID വേർഷൻ 4.3.1 APK എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേപോലെ വെബ്സൈറ്റാണ് ലോഡായിട്ട് വരിക. അപ്പോൾ ഇവിടെ 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യുക. മുകളിൽ എഴുതി കഴിഞ്ഞാൽ കാണാം. അപ്പോൾ 15 സെക്കൻഡ് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ 15 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഇവിടെ വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിച്ച് സ്ക്രോൾ ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പിന്നെ നമുക്കൊരു 15 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ അടുത്ത 15 സെക്കൻഡ് കഴിഞ്ഞു. വെരിഫൈ ക്ലിക്ക് ചെയ്യുക, അടിച്ച് സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് പ്രാവശ്യം കൂടി 15 സെക്കൻഡ് വരും. അപ്പോൾ ടോട്ടൽ 3 പ്രാവശ്യമാണ് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതിന് ശേഷമാണ് നമ്മുടെ ഒറിജിനൽ വെബ്സൈറ്റിലെത്തുള്ളൂ. അപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ 15 സെക്കൻഡ് കഴിഞ്ഞു. വെരിഫൈ ക്ലിക്ക് ചെയ്യുക, അടിയിൽ സ്ക്രോൾ ചെയ്യുക, കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വെബ്സൈറ്റിലെത്തും. അതിന് ശേഷം ഇവിടെ 3 സെക്കൻഡ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ശേഷം ഇവിടെ ഗെറ്റ് ലിങ്ക് കൊടുക്കുക. അതിന് ശേഷം ഇങ്ങനെ ആഡൊക്കെ കഴിയുമ്പോൾ സ്ക്രോൾ ചെയ്ത് ബാക്ക് അടിച്ച് കളയുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഒറിജിനൽ ഫയൽ, ബസ് ID വേർഷൻ 4.3.1 APK KBC കണ്ണൂർ. അപ്പോൾ ഇവിടെ അടിയിൽ ക്രിയേറ്റ് ഡൗൺലോഡ് ലിങ്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ 5 സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം നമ്മുടെ ഡൗൺലോഡ് ലിങ്ക് റെഡി ആവും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. അപ്പോൾ അത്രയുള്ള നമ്മുടെ ഒറിജിനൽ APK ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ OBB ഫയലും വേണം. അപ്പോൾ അതും ഇവിടെ ഉണ്ട്, KL ട്രാഫിക് ബീറ്റ വേർഷൻ 4.3.1 എന്ന് പറഞ്ഞിട്ട് ഫയൽ കാണാം. അപ്പോൾ അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതും ഇതേപോലെ തന്നെ നേരത്തെ 15 സെക്കൻഡ് പോലെ തന്നെ കുറച്ച് 3 പ്രാവശ്യം ചെയ്തതിന് ശേഷം നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മുടെ KBC കണ്ണൂരിൻ്റെ നമ്മുടെ ബീറ്റ ഫയൽ കിട്ടിയിട്ടുണ്ട്, KL ട്രാഫിക്കിൻ്റെ. അപ്പോൾ അത് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ അത് 161 MB ആണ് അതിൻ്റെ സൈസ് വരുന്നത്. അപ്പോൾ ഈ 2 ഫയൽ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്കത് എക്സ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബീറ്റ ഫയൽ അവിടെ ഡൗൺലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ APK ഫയൽ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയിട്ട്. അപ്പോൾ നമുക്കതൊന്ന് എക്സ്ട്രാക്ട് ചെയ്യാം. ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക. ഏതെങ്കിലും ഒരു ഫോൾഡർ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രാക്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫയൽ ഇവിടെ എക്സ്ട്രാക്ട് ആയി കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോൾഡറിൽ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ ഓഡിയോ ബുക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ഉണ്ട്. അപ്പോൾ അതിലാണ് ഞാൻ ഇവിടെ എക്സ്ട്രാക്ട് ചെയ്യാത്തത്. അപ്പോൾ APK ഫയലാണ് എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഈ APK ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു APK ഫയൽ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാളിൻ്റെ ഓപ്ഷൻ വരും. അപ്പോൾ അതിന് ശേഷം ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. നമ്മുടെ ഫയൽ ഇൻസ്റ്റാൾ ആയതിന് ശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ വൈറ്റ് സ്ക്രീൻ വന്ന് നിൽക്കും. ഒന്നും വരില്ല, കാരണം നമ്മൾ OBB ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമ്മുടെ OBB എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനായിട്ട് നമ്മളിപ്പോൾ ഡൗൺലോഡ് ചെയ്ത OBB ക്ലിക്ക് ചെയ്യുക, എക്സ്ട്രാക്ട് ഫയൽസ് ടു കൊടുക്കുക നേരത്തെ പോലെ തന്നെ. അതിന് ശേഷം ഫോൾഡർ സെലക്ട് ചെയ്യുക, എക്സ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഒരു ഫയൽ അതിൻ്റെ ഉള്ളിൽ കാണാം, ഒരു മെയിൻ ഫയൽ കാണാം. അപ്പോൾ ഇനി നമ്മുടെ സെറ്റ് ആർച്ചീവർ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ചെയ്യണം. സെറ്റ് ആർച്ചീവർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തത് എവിടെയാണോ, ഏത് ഫോൾഡറാണോ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ആ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഒരു മെയിൻ ഫയൽ കാണാം, അത് അമർത്തി പിടിക്കുക, കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്യുക. അതിന് ശേഷം മുകളിലെടുക്കുക, ഡിവൈസ് സ്റ്റോറേജ് എടുക്കുക, ആൻഡ്രോയിഡ് എടുക്കുക, OBB എടുക്കുക, ബസ് സിമുലേറ്റർ എടുക്കുക, പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അത്രയുള്ള സംഭവം നമ്മുടെ കേരള ട്രാഫിക് ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്കത് ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഗെയിം, നമ്മുടെ KBC കണ്ണൂരിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കേരള ട്രാഫിക് ഇൻസ്റ്റാൾ ചെയ്ത ഗെയിം. അപ്പോൾ ഇത് ഇഷ്ടംപോലെ അടിപൊളി ലൈറ്റിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ബസ്സിന് ചെറുതായിട്ട് മോഡിഫിക്കേഷൻ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ മാറിയതിൻ്റെ അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ ട്രാഫിക്കും കൂടി നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഫ്രീ മോഡ് എടുക്കുക. അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലം സെലക്ട് ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും പുതിയ കേരള ട്രാഫിക് മോഡാണ്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ ഇഷ്ടംപോലെ അടിപൊളി പുതിയ വണ്ടികൾ കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ കേരളത്തിലെ ഒരുവിധ എല്ലാ വണ്ടികളും, MVDയുടെ വണ്ടി, പിന്നെ അതുപോലെ തന്നെ ട്രാവലർ, ടിപ്പർ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ MGയുടെ ഏറ്റവും പുതിയ കൊമറ്റ്, പിന്നെ പെട്ടി ഓട്ടോഷ, അങ്ങനെ കുറേ വണ്ടികൾ കാണാൻ പറ്റും. നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ ലൈറ്റിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ രാത്രിയിലത്തെ മോഡ് ഇട്ടിട്ട് ഇതിൻ്റെ ലൈറ്റിംഗ് ഒന്ന് കാണിച്ചു തരാം.
ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്റ്റിയറിങ് ഇതാണ്. പിന്നെ ഉള്ളിലൊരു ഗണപതിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ രാത്രിൻ്റെ ലൈറ്റൊക്കെ ഇട്ടിട്ടുള്ള മോഡ് എങ്ങനെ നോക്കാം. അപ്പോൾ അതേ നമ്മൾ നൈറ്റ് മോഡ് ഇട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയിലത്തെ ലൈറ്റുകളൊക്കെ ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് ലൈറ്റിങ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നത്. അപ്പോൾ ലൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ മൊത്തം ലൈറ്റിംഗ് ആണ്, ചുറ്റും ലൈറ്റ് സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റിംഗ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ ഇൻറ്റീരിയർ ജസ്റ്റ് ബ്രേക്ക് പിടിക്കുമ്പോൾ ആ റെഡ് ലൈറ്റ് കത്തിന് കാണാം ഉൾഭാഗത്തായിട്ട്. പിന്നെ അത്രയൊക്കെയാണ് നമ്മുടെ ലൈറ്റിങ്ങിൻ്റെ. പിന്നെ ഹെഡ് ലൈറ്റ് ഞാൻ ജസ്റ്റ് മുമ്പിൽ നിന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഹെഡ് ലൈറ്റ് വരുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഓഫ് ചെയ്ത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ ഇത്രയും ലൈറ്റിങ്ങും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു മോഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ ലൈറ്റിങ്ങൊക്കെ. അപ്പോൾ അത്രയും ഉണ്ടായുള്ള നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ.